ഇരുട്ട് വന്നാലും കൊതുക് അടിച്ചാലും മഞ്ഞ് വീണാലും മഴ വീണാലും നീ ഇവിടെ തന്നെ കിടക്കണം. ചുമ്മാ ഒന്ന് ബിരിയാണി ചക്ക ഇപ്പൊരിയായിട്ടാണ് വന്നതെങ്കിൽ വെട്ടിത്തം പറയാതെ പൊതുവാളെ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് കാട്ടുതീയായിട്ടാണ്. അദ്ദേഹം ഒരു കാട്ടുതീയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല എന്തായിരുന്നാലും. കാരണം ഇവർക്ക് എല്ലാവർക്കും നിന്റെ മോന്തറ കടന്നൽ കുത്തിവരിക്കുന്നത് ഫീൽ ചെയ്തിട്ടുണ്ടാവും. എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം എനിക്ക് കുറച്ച് വന്ന തീപ്പിക്കൊള്ളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. ഞാൻ വന്ന ദിവസം തൊട്ട് നീ എന്നെ ഒരുമാതിരി ആക്കുന്നുണ്ട്. അതങ്ങ് കൈ വെച്ചിരുന്നാ മതി. ഈ കേപ്പിയുടെ തനി കൊണ്ട് നിനക്ക് അറിഞ്ഞൂടാ കേട്ടോ. എന്തെങ്കിലും ചോദിച്ചല്ലേ. കാരണം ഞാൻ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഗബ്രീനെ ഞാൻ ചെന്ന് ശരിക്കും ഇങ്ങനെ കൂളായിട്ട് പിടിച്ചിട്ടുള്ളൂ. ഞാൻ ഗബ്രീനെ മര്യാദയ്ക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഗബ്രീനെ ഇവിടുന്ന് സ്ട്രെച്ചറിൽ കൊണ്ടുകൊണ്ടുവരും. എടാ പുല്ലേ കൂടുതൽ ചളവാക്കാ നീ പോരെ. അപ്പൊ ദേഷ്യം വന്നപ്പോ അതെന്ത് ആറ്റിറ്റ്യൂഡാണത് മനസ്സിലാകുന്നില്ല, സത്യമായി മനസ്സിലാകുന്നു. അപ്പൊ ദേഷ്യം വന്നപ്പോ ഒന്ന് അതാരാ അങ്ങനെ ഒരു ഹോയി വിട്ടത്? രമണി, നീയാണോ ഹോയി വിട്ടത്? പറഞ്ഞു പോയി. അത് കഴിഞ്ഞ് ഞാൻ പോയി അപ്പോളജൈസ് ചെയ്തായിരുന്നു. റോസിക്കിന്റെ സ്വഭാവവും പ്രവർത്തികളും ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് റോസ് ഇങ്ങോട്ടെങ്കിലും പൊക്കോളൂ.